മലയിലെ പ്രസംഗം. സ്വർഗീയ സൗഭാഗ്യങ്ങൾ. മലയിലെ പ്രസംഗം തുടരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. അവരിൽ പുരുഷന്മാരും സ്ത്രീകളും പ്രായം ചെന്നവരും കുട്ടികളും ധനവാന്മാരും പാവപ്പെട്ടവരും എല്ലാമുണ്ട്. സ്റ്റീഫൻ എർമാസ് ദമ്പതികൾ എപ്പോഴും ഹാജരുണ്ട്. എങ്കിലും ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള പഴയ ശിഷ്യന്മാരോട് അവർ ഇപ്പോഴും ബന്ധപ്പെട്ടിട്ടില്ല. ഇതിനു പുറമെ ഇന്നലെ നാം കണ്ട വൃദ്ധനും സ്ത്രീയുമുണ്ട്. അവർ വളരെ മുന്നിൽ ഈശോയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അവർ ഇന്നലത്തേതിലും സന്തോഷമുള്ളവരായി കാണപ്പെടുന്നു. തൻ്റെ പുത്രിയാൽ ഏറെ കാലമായി അവഗണിക്കപ്പെട്ടിരുന്ന ആ വൃദ്ധൻ തൻ്റെ ചുളുങ്ങിയ കൈകൾ ആ സ്ത്രീയുടെ കാൽമുട്ടുകളിൽ വെച്ചിരിക്കുന്നു. അവൾ ജന്മസിദ്ധമായ പ്രചോദനത്താൽ എന്നവണ്ണം അതിൽ തലോടിക്കൊണ്ടിരുന്നു. പ്രസംഗപീഠത്തിലേക്ക് പോകുന്നതിനിടക്ക് ഈശോ ആ വൃദ്ധൻ്റെ ശിരസിൽ തലോടി. ഈശോ ദൈവമാണെന്ന് താൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അയാൾ ഈശോയെ നോക്കി. പത്രോസ് എന്തോ പറഞ്ഞപ്പോൾ അത് സാരമില്ല എന്ന അർത്ഥത്തിൽ ഈശോ ആംഗ്യം കാണിച്ചു. എന്നാൽ ആ അപ്പസ്തോലൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പത്രോസ് ഈശോയുടെ അടുത്ത് തന്നെ നിന്നു. യൂദാസ് തദെയൂസും അവരുടെ ഒപ്പം എത്തി. മറ്റ് അപ്പസ്തോലന്മാർ ജനക്കൂട്ടത്തിനിടയിൽ അങ്ങിങ്ങായി നിൽക്കുകയാണ്. ഈശോ ഇപ്രകാരം പ്രസംഗം ആരംഭിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. പ്രാർത്ഥന, സത്യം ചെയ്യൽ, ഉപവാസം എന്നിവയെപ്പറ്റി ഞാൻ ഇന്നലെ നിങ്ങളോട് പ്രസംഗിച്ചു. പ്രാർത്ഥന, വിശ്വസ്തത, ആത്മാർത്ഥത, സ്നേഹം തുടങ്ങി പൂർണ്ണത പ്രാപിക്കുവാനുള്ള ചില മാർഗങ്ങളെപ്പറ്റി നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ധനം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് വിശ്വസ്തനായ സേവകൻ തൻ്റെ നല്ല മനസ്സുകൊണ്ട് സ്വർഗത്തിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആദ്യമായി സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ഭൂമിയിലെ സമ്പാദ്യങ്ങൾ ഏറെ നാൾ നീണ്ടു നിൽക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലെ സമ്പാദ്യങ്ങൾ അനശ്വരമാണ്. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ലൗകിക സമ്പാദ്യങ്ങൾ എക്കാലത്തും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്തതിലും അത് വിട്ടു പിരിയേണ്ടി വരുന്നതിലും മരണസമയത്ത് നിങ്ങൾക്ക് ദുഃഖം തോന്നുമോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ ആ സമ്പാദ്യം സ്വർഗത്തിലേക്ക് മാറ്റുക. നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാം, ഭൂമിയിലുള്ളത് സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. ഭൂമിയിലുള്ള സാധനങ്ങളിൽ ഏറ്റവും അശുദ്ധമായത് പണമാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ സ്ഥിതിക്ക് അതിനെ എങ്ങനെ സ്വർഗത്തിലേക്ക് മാറ്റാൻ കഴിയും? ഇല്ല, പണത്തെ അതേ നിലയിൽ സ്വർഗത്തിലേക്ക് കടത്താൻ കഴിയുകയില്ല. അവിടെയെല്ലാം ആത്മീയമാണ്. എന്നാൽ പണത്തിൻ്റെ സത്ഫലങ്ങൾ നിങ്ങൾക്കെടുക്കാം. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പണം ഒരു ബാങ്കുകാരനെ ഏൽപ്പിക്കുന്നത്? അയാൾ അതിന് പലിശ തരും എന്നതുകൊണ്ട് തന്നെ. നിങ്ങളുടെ പണം താൽക്കാലികമായി പോലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്കത് സുരക്ഷിതമായി തിരികെ കിട്ടും. എന്നാൽ 10 താലന്തിന് 1 താലന്തോ അതിലധികമോ നിങ്ങൾക്ക് അധികം കിട്ടണം. അപ്പോൾ നിങ്ങൾ സന്തുഷ്ടരാകും, ബാങ്കുകാരനെ പ്രശംസിക്കുകയും ചെയ്യും. എന്നാൽ 10 താലന്തിന് പലിശയ്ക്ക് പകരം 9 താലന്ത് തന്നിട്ട് ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് അയാൾ പറഞ്ഞാൽ നിങ്ങൾ അയാളെ കുറ്റം പറയുകയും ജയിലിൽ അയക്കുകയും ചെയ്യും. അപ്പോൾ പണത്തിൻ്റെ സൽഫലം എന്നത് എന്താണ്? ബാങ്കുകാരൻ പണം വിതച്ച് വെള്ളമൊഴിച്ച് വളർത്തുന്നുണ്ടോ? ഇല്ല. സാമർത്ഥ്യത്തോടെ ബിസിനസ് ചെയ്താണ് അയാൾ അതിൽ നിന്നും സൽഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ജാമ്യപത്രങ്ങൾ മുഖേനയും സ്വർണം പണയം മുഖേനയും പണം പലിശക്ക് കൊടുത്ത് അയാൾ തൻ്റെ ആദായം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ അയാൾ ചെയ്യുന്നത്? ഇനി കേട്ടോളൂ. ദൈവമാണ് നിങ്ങൾക്ക് ലൗകികമായ സമ്പത്ത് നൽകുന്നത്. ചിലർക്ക് അവ ധാരാളമായി നൽകുന്നു, മറ്റു ചിലർക്ക് ജീവിക്കാൻ ആവശ്യമായത്ര മാത്രവും. എന്നിട്ട് ദൈവം അവരോട് പറയുന്നു, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് തന്നു കഴിഞ്ഞു. ഈ മാർഗത്തിലൂടെ നിങ്ങൾ ലക്ഷ്യം കണ്ടെത്തുക. നിങ്ങൾക്ക് നല്ലത് വരണമെന്നാണ് എൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്ത് പാപത്തിനു കാരണമായി തീരരുത്. ഞാൻ തന്നിട്ടുള്ള സമ്പത്ത് നിങ്ങൾ എനിക്ക് പലിശ സഹിതം മടക്കിത്തരണം. നിങ്ങളോട് എനിക്കുള്ള വിശ്വാസത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് തന്ന ദാനങ്ങളെ പ്രതി നിങ്ങൾക്ക് എന്നോടുള്ള കൃതജ്ഞതയുടെ പേരിലുമാണ് ഞാനിത് ആവശ്യപ്പെടുന്നത്. ഈ ലക്ഷ്യം സാധിക്കുന്നതിനുള്ള മാർഗവും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം ലോകത്തിൽ വലിച്ചു കൂട്ടരുത്.
അതിനുവേണ്ടി മാത്രമായി ജീവിക്കരുത്. അതിനോട് ക്രൂരമായി പെരുമാറുകയും അരുത്. അങ്ങനെ ചെയ്താൽ ഈ പ്രവൃത്തികൾ കാരണമായി നിങ്ങളുടെ അയൽക്കാരനും ദൈവവും നിങ്ങളെ ശപിക്കും. അത് നല്ല കാര്യമല്ലല്ലോ. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഈ ലോകത്തിൽ ഒരിക്കലും സുരക്ഷിതമായിരിക്കുകയില്ല. കള്ളന്മാർക്ക് ഏതു സമയവും അത് കവർന്നെടുക്കാം. നിങ്ങളുടെ വീടുകൾക്ക് ഏതു സമയവും തീ പിടിക്കാം. രോഗം മൂലം നിങ്ങളുടെ കൃഷിയും മൃഗങ്ങളും ഏതു സമയത്തും നശിച്ചു പോകാം. നിങ്ങളുടെ സമ്പാദ്യത്തെ ചോർത്തിക്കളയുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നശിച്ചു പോകുകയില്ലെന്ന് തോന്നിയാക്കാവുന്ന വസ്തുവകകൾ, വീട്, സ്വർണം മുതലായവും ഏത് സമയത്ത് നഷ്ടപ്പെട്ടേക്കാവുന്ന ജീവജാലകങ്ങൾ, സസ്യങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എന്നിവയുമെല്ലാം നശിച്ചു പോകും. ഇടിമിന്നലുകളും അഗ്നിയും ജലപ്രളയവും വീടുകളെ നശിപ്പിക്കുന്നു. കള്ളന്മാർ രോഗങ്ങൾ, അംഗഭംഗം, പകർച്ചവ്യാധികൾ മുതലായവ കന്നുകാലികളെ നശിപ്പിച്ചു കളയും. ക്ഷുദ്രജീവികളും എലിയും വിലപ്പെട്ട വസ്ത്രങ്ങളെയും വീട്ടുപകരണങ്ങളെയും നശിപ്പിക്കും. പാത്രങ്ങളെയും വിളക്കുകളെയും കലാഭംഗിയുള്ള വാതിലുകളെയും തുരുമ്പ് നശിപ്പിച്ചു കളയും. എല്ലാ സാധനങ്ങളും നാശത്തിന് വിധേയമാണ്. എന്നാൽ നിങ്ങളുടെ ലൗകിക സമ്പാദ്യങ്ങളെ സ്വർഗീയ സമ്പാദ്യങ്ങളാക്കി മാറ്റുമ്പോൾ കാലവും മനുഷ്യരും അത്യാഹിതങ്ങളും സൃഷ്ടിക്കുന്ന എല്ലാവിധ നാശനഷ്ടങ്ങളിൽ നിന്നും അവ സുരക്ഷിതമായിരിക്കും. അതിനാൽ കള്ളന്മാർ കടന്നു കയറാത്തതും അത്യാഹിതങ്ങൾക്ക് ചെന്നെത്താൻ കഴിയാത്തതുമായ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. ഈ ലോകത്തിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും എതിരായി കാരുണ്യപൂർവ്വം സ്നേഹത്തോടെ പെരുമാറുക. അങ്ങനെ ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങളുടെ ധനം നശിച്ചു പോകാൻ ഇടവരികയില്ല. നിങ്ങളുടെ പാടങ്ങളിൽ ധാരാളം വിളവുണ്ടാവുകയും മുന്തിരിത്തോട്ടങ്ങളിൽ ധാരാളം മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാവുകയും ഒലിവ് വൃക്ഷത്തിൽ തഴച്ചു തളർന്ന് ഫലം തരികയും നിങ്ങളുടെ അസംഖ്യമായ ആടുകൾ തടിച്ചു കൊഴുത്ത് അകിടുള്ളവയായിത്തീരും. ഇതൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കും. എന്നാൽ അത് വന്ധ്യവും മാനുഷികവുമായ സന്തോഷമായിരിക്കുകയില്ല. സ്നേഹത്താലും കൃതജ്ഞതയാലും പ്രകൃത്യാതീതമായ സംതൃപ്തിയാലും ദീർഘവീക്ഷണത്താലും ഉണ്ടാവുന്ന സന്തോഷമായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ദൈവമേ, അങ്ങേക്കു നന്ദി. ഈ ധനത്തിൻ്റെയും വിളവുകളുടെയും സസ്യങ്ങളുടെയും ആടുകളുടെയും ബിസിനസ്സിൻ്റെയും പേരിൽ അങ്ങേക്കു നന്ദി. എന്നെ ഇത്രയധികം സേവിക്കുന്ന ആടുകളെയും സസ്യങ്ങളെയും പുൽമേടുകളെയും ബിസിനസ്സിനെയും എനിക്ക് തന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. ഓ നിത്യപിതാവേ, അവിടുത്തെ കാരുണ്യത്താലാണല്ലോ ഇവയെല്ലാം സമൃദ്ധമായി തീർന്നിരിക്കുന്നത്. വിശക്കുന്നവർ, നഗ്നർ, ഭവനരഹിതർ, രോഗികൾ, ഏകാകികൾ എന്നിവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുവാൻ നീ എന്നെ പ്രാപ്തനാക്കിയല്ലോ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എൻ്റെ പണവും വിളകളും ആടുകളും ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞ വർഷത്തേതിലും ഇരട്ടിയായി 3 ഇരട്ടിയായി ഞാൻ ഈ വർഷം ദാനധർമ്മങ്ങൾ ചെയ്യും. അതിനാൽ സ്വന്തമായി ധനമില്ലാത്തവരുൾപ്പെടെ എല്ലാവർക്കും എൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാം. നിത്യപിതാവേ, എന്നോടൊപ്പം അവരെയും അനുഗ്രഹിക്കണമേ. ഒരു നീതിമാന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും. പ്രാർത്ഥന നിങ്ങളുടെ പ്രവൃത്തികളുമായും ധനത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള കൈമാറ്റമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ധനത്തെ അനശ്വരവും വർദ്ധമാനവുമാക്കി തീർക്കുന്നു. സ്നേഹത്തിൻ്റെ ദിവ്യമായ സൽഫലത്താലാണ് ഇത് സാധ്യമാവുന്നത്. നിങ്ങളുടെ ധനം സ്വർഗത്തിൽ നിക്ഷേപിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയവും അവിടെ തന്നെ ആയിരിക്കും. ഈ ലോകത്തിൽ നിങ്ങളുടെ സ്വർണവും വീടുകളും കൃഷിസ്ഥലങ്ങളും ആടുകളും മാത്രമല്ല നഷ്ടത്തിനിരയാവുന്നത്. ലോകത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ പോലും കൊള്ളയടിപ്പിക്കുകയും ദ്രവിപ്പിക്കുകയും ദഹിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന പക്ഷം നിങ്ങളുടെ സമ്പത്തും ഹൃദയവും സുരക്ഷിതമായിരിക്കും. ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് വരെയും നിങ്ങളുടെ സമ്പത്തായി അവിടുന്ന് നിങ്ങളിൽ തന്നെ ഉണ്ടാവും. എന്നാൽ ഔദാര്യത്തിൻ്റെ സൽഫലങ്ങൾ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കുവാനായി പ്രകൃത്യാതീതമായ ആത്മീയ രീതിയിൽ ഔദാര്യമതികളാകുന്നതിന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഞാൻ മുമ്പ് പറഞ്ഞതെല്ലാം
ഔദാര്യത്തിനും മറ്റെല്ലാം നല്ല പ്രവൃത്തികൾക്കും ബാധകമാണ്. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ വിഭ്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ശ്രദ്ധിക്കുക. മാനുഷികമായ പ്രശംസയിൽ നിങ്ങൾ വീണുപോകരുത്. നിങ്ങളുടെ ഔദാര്യവും നല്ല പ്രവൃത്തികളുമാകുന്ന മണമുള്ള റോസാപ്പൂവിനെ ദുർഗന്ധപൂർണമാക്കി തീർക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവയുടെ സുഗന്ധം ദൈവത്തിനിഷ്ടമാകുന്നു. അഹങ്കാരമുള്ള ആത്മാവ് പ്രശംസയെ മോഹിച്ചുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നന്മ ദുർഗന്ധപൂർണമായി തീരുന്നത്. അപ്പോൾ ഔദാര്യത്തിൻ്റെ പനിനീർപ്പൂവ് അഹംഭാവമാകുന്ന വലിയ ഒച്ചുകളാൽ മലിനമാക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അഹങ്കാരിയായ മനുഷ്യൻ ദുഷ്ടതയോടെ ദുർഗന്ധം വമിക്കുന്ന ചപ്പു ചവറുകൾ നിറച്ച ധൂപപാത്രത്തിലെ പുകയേറ്റ് വയറ് നിറഞ്ഞ മൃഗത്തെ പോലെ നിർവൃതി കൊള്ളുന്നു. ഓ, ജീവകാരുണ്യ പ്രവൃത്തികൾ എങ്ങനെ പൂർത്തീകരിക്കപ്പെടണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അവർ ക്രൂരന്മാരായ പാപികളാണ്. ഈ കൂട്ടർ ഒരു ദാനധർമ്മം ചെയ്താൽ കൊടുത്ത തുകയും തുക കൈപ്പറ്റിയ ആളിൻ്റെ പേര് വെളിപ്പെടുത്തുകയും പ്രശംസക്കായി യാചിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വെളിപ്പെടുത്തുന്നവൻ അഹങ്കാരത്താൽ പാപം ചെയ്യുന്നു. അയാൾ ഇങ്ങനെ പറയും, നോക്കൂ, എത്രയധികം കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നു. അയാൾ ഗുണഭോക്താവിൻ്റെ പേര് വെളിപ്പെടുത്തുന്നതിലൂടെ ആ മനുഷ്യനെ അപമാനിക്കുന്നു. കൂടാതെ പ്രശംസ നേടാനുള്ള വ്യഗ്രതയാൽ അയാൾ അത്യാഗ്രഹമെന്ന പാപവും ചെയ്യുന്നു. ഇതാണ് അല്പത്തം. ഇത് അല്പത്തമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് കിട്ടുന്ന പ്രശംസ ദൈവത്തിൻ്റേതും അവിടുത്തെ മാലാഖമാരുടേതും ആയിരിക്കട്ടെ. നിങ്ങൾ ദാനധർമ്മം നൽകുമ്പോൾ പെരുമ്പറയടിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുകയോ അവരുടെ പ്രശംസ പിടിച്ചു പറ്റുകയോ ചെയ്യരുത്. അപ്രകാരം ചെയ്യുന്നത് കപടഭക്തരാണ്. മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി വളരെയേറെ ആളുകൾ കാണുക മാത്രമേ അവർ ദാനധർമ്മം ചെയ്യുകയുള്ളൂ. അവർക്കും പ്രതിഫലം കിട്ടിക്കഴിഞ്ഞതിനാൽ ഇനി ദൈവത്തിൽ നിന്നും മറ്റൊരു പ്രതിഫലം കൂടി ലഭിക്കുകയില്ല. നിങ്ങൾ ഇത്തരത്തിൽ പാപം ചെയ്യുകയോ ഇപ്രകാരം അഹംഭാവികളാകുകയോ ചെയ്യരുത്. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയരുത്. ദാനധർമ്മം അത്രയ്ക്ക് രഹസ്യവും വിനീതവും ആയിരിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതേപ്പറ്റി ഓർക്കുക പോലും ചെയ്യരുത്. നിങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങൾ തന്നെ ആസ്വദിച്ച് സമയം കളയരുത്. തന്നെക്കുറിച്ച് തന്നെ ആലോചിച്ച് അഭിമാനികളാകുന്ന തവള കണ്ണു തുറന്നു നോക്കുമ്പോൾ മേഘങ്ങളും വൃക്ഷങ്ങളും കരയിലുള്ള ഭൂപ്രദേശങ്ങളും നിശ്ചല ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്നു. അവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താൻ എത്രയോ നിസ്സാരനാണെന്ന് തോന്നുന്ന തവള ശ്വാസം പിടിച്ച് വീർത്ത് വീർത്ത് പൊട്ടിത്തകരുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഔദാര്യം ദൈവത്തിൻ്റേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യാതൊന്നുമില്ല. ഇത് മനസ്സിലാക്കാതെ സ്വന്തം ഔദാര്യത്തെ വലുതാക്കി കാണാൻ ശ്രമിക്കുന്നവൻ അഹങ്കാരത്തിൻ്റെ കാറ്റു നിറഞ്ഞ് പൊട്ടിത്തകർന്നു പോകും.